സാറ് സി പി എമ്മിൽ വീണ്ടും വിഭാഗീയത തലപൊക്കിയിരിക്കുകയാണ്. പണ്ട് നമ്മൾ വി എസും പിണറായിയും കാലമുണ്ടല്ലോ, ആ കാലത്ത് ഇവർ പരസ്പര വിഭാഗീയതയുമായി രംഗത്ത് വന്നിരുന്നു. പല വെല്ലുവിളികളും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു. പിന്നീട് വി എസ് തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചതോടുകൂടി തന്നെ അതിനൊരു വിഭാഗീയതയ്ക്ക് അറുതി വന്നു എന്നാണ് നമ്മൾ കരുതിയത്. വീണ്ടും വിഭാഗീയത ഉണ്ടായിരിക്കുന്നു. പ്രധാനമായും കൊല്ലത്തും ആലപ്പുഴയിലെല്ലാം വലിയ പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. കുറച്ച് കാലങ്ങളായി തന്നെ ആലപ്പുഴയിൽ വിഭാഗീയത ഉണ്ട്. അതിപ്പോൾ മറനീക്കി പുറത്തു വരികയാണ് ഈ സമ്മേളന കാലത്ത്. എന്തായിരിക്കും ഈ വിഭാഗീയതയ്ക്കുള്ള കാരണം? എന്തായിരിക്കും ഈ വിഭാഗീയത? സി പി എമ്മിൽ പണ്ട് മുതലേ ഉണ്ട്, പക്ഷേ അത് ഇത്രയും മറനീക്കി പുറത്തു വന്നിട്ടില്ല. വി എസിൻ്റെ കാലത്തെന്ന് പറഞ്ഞാൽ അത് വി എസ് നേരിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് പലതിനെയും ചോദ്യം ചെയ്യുകയും പാർട്ടിയെ വെട്ടിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. വലിയ സമ്മർദ്ദത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. പിണറായി വിജയന് വലിയൊരു തലവേദനയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്നത് സ്ഥിതി വേറൊന്നാണ്. അണികൾ അങ്ങോട്ട് മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഈ നേതാക്കന്മാരെ കൊണ്ട് പൊറുതിമുട്ടി പാർട്ടി നാശത്തിലേക്ക് പോകുന്നു എന്ന് അണികൾ മനസ്സിലാക്കുമ്പോൾ അവർ നേതാക്കന്മാരെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയാണ്. വി എസിന്റെ കാലത്തെ വിഭാഗീയതയല്ല, മറിച്ച് ഇതിപ്പോൾ ഒരു പുതിയ വിഭാഗീയതയാണ്. അണികളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ കരുനാഗപ്പള്ളിയിൽ അവിടെ നേതാക്കന്മാരെ പൂട്ടിയിട്ടില്ലേ? ഇത് സി പി എമ്മില് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. കാരണം സി പി എം എന്ന് പറയുന്നത് ഒരു വലിയ കേഡർ പാർട്ടിയാണ്. അവിടെ ചില ചിട്ടവട്ടങ്ങളുണ്ട്, അതനുസരിച്ച് മാത്രമേ പോവുകയുള്ളൂ. അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ആർക്കും തന്നെ സാധ്യമല്ല എന്നുള്ളതാണ്, അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും. പക്ഷേ ഈ 2024 ഈ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതലാണ് കാര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നത്. അതിനു മുമ്പേ മാറി. കാരണം 2021 പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഈ സ്ഥിതിഗതികളൊക്കെ മാറുകയാണ്. ഒരു മുസ്ലിം പ്രീണനം അമിതമായിട്ട് നടത്തുന്നു. അതുപോലൊപ്പം തന്നെ നിരവധി പിണറായി വിജയനെതിരെയും വലതുപക്ഷമായി അവിടെ സ്വർണ്ണക്കടത്തും അതോടൊപ്പം തന്നെ പണത്തിനെല്ലാം അധികാരമോഹവും വലിയ മോഹങ്ങളിലേക്ക് കടന്നതോടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പിണറായി വിജയനെതിരെ, പിണറായി വിജയന്റെ മകൾക്കെതിരെ, കുടുംബത്തിന് മൊത്തത്തിലെ എതിരെ, അങ്ങനെ പിന്നെ പാർട്ടിയേക്ക് ഒക്കെ തന്നെ അഴിമതികളുടെ കഥകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ നോക്കുകയും പി ദിവ്യയുടെ വിഷയം തന്നെ 3 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ്. പി ദിവ്യ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, ചേലക്കര മണ്ഡലം നിലനിർത്തിയില്ലേന്ന് ചോദിക്കും. അവിടെ നിലനിർത്തിയെങ്കിലും ഒക്കെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത്. BJP അവിടെ 10,000 വോട്ട് അധികം പിടിക്കുകയും ചെയ്തു. ഇതൊക്കെ സി പി എമ്മിന് ഉണ്ടാക്കിയിട്ടുള്ള കനത്ത പ്രഹരമാണ്. ഇപ്പോൾ തന്നെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റിയൊക്കെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ല. കോൺഗ്രസിനകത്ത് കേട്ടിട്ടുണ്ട്. കോൺഗ്രസിൽ എന്ന് പറഞ്ഞാൽ തമ്മിലടിയും തമ്മിൽ പോരും കുതികാൽ വെട്ടും ഒക്കെയുള്ള ഒരിടമാണ്. അതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അല്ലാതെ കോൺഗ്രസ് ഇല്ല. പിന്നെ കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനം, പിന്നെ സമാന്തര ഓഫീസ്, EMS സ്മാരക ഓഫീസ് അവരവിടെ അങ്ങ് തുറന്നു. പിന്നെ ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പാർട്ടി വിട്ട് BJPയിലേക്ക് പോയി. തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് റിപ്പോർട്ട്. ഈ പാർട്ടിയിൽ ഒരുപാട് പലർക്കെതിരെ ഈ കള്ള റിപ്പോർട്ടുകൾ പോലും ഉണ്ടാക്കാറുണ്ട്. ഈ പണ്ട് CPM ഉണ്ടായിരുന്ന ആളാണ് TJ ആഞ്ചലോസ്, ആലപ്പുഴയിൽ MP ആയിരുന്നു. ആഞ്ചലോസിൻ്റെ പേരിൽ കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് ആഞ്ചലോസ് CPIയിൽ ചേർന്നു. ഈ സമയത്താണ് സുധാകരൻ അത് വെളിപ്പെടുത്തി. എവിടെ വെച്ച്? CPIയുടെ ഒരു സമ്മേളനത്തിൽ വെച്ച്. അവിടെ അതിഥിയായിട്ട് എത്തിയപ്പോൾ സുധാകരൻ തന്നെ വെളിപ്പെടുത്തി. ഇത് പാർട്ടിയെ ആകെ കൂടെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. ആലപ്പുഴയിൽ വലിയ പ്രശ്നം ആണെന്നുള്ളത് പണ്ടേ ഉള്ളതാണ്. ഈ സുധാകരന്റെ ഭാവി എങ്ങനെയായിരിക്കും? സുധാകരന്റെ ഭാവി ഇപ്പോൾ അമ്പലപ്പുഴയിൽ ഏരിയ സമ്മേളനം നടക്കുമ്പോൾ സുധാകരന്റെ വീടിന് സമീപത്താണ് നടക്കുന്നത്. സുധാകരനെ ക്ഷണിച്ചിട്ടില്ല. സുധാകരന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തി.
അവിടെ സലാമിനെ ഇറക്കിയപ്പോൾ സലാമിന് വേണ്ടി വേണ്ട തരത്തിൽ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി ഉണ്ടായി. സലാം തന്നെ മുന്നോട്ട് വെച്ചതാണ്. അതിൻ്റെ പേരിൽ അന്വേഷണ കമ്മീഷനെ വെച്ചു. എളമരം കരീം അന്വേഷണം നടത്തിയിട്ട് സുധാകരനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചു. അങ്ങനെ സുധാകരനെ തരം താഴ്ത്തി, അങ്ങനെ ഒതുക്കാവുന്ന രീതിയിലെല്ലാം ഒതുക്കി എന്നുള്ളതാണ്. സുധാകരന് സംഭവിക്കാൻ പോകുന്ന ഒരുപക്ഷെ അദ്ദേഹം BJP-യിലേക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞ് പാർട്ടി ആശ്വസിക്കുകയൊന്നും വേണ്ട. ഇനിയും കുറേ അണികളും സമുന്നതരായ നേതാക്കൾ പോലും CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയാൽ അതിനകത്ത് അത്ഭുതം കൂറേണ്ട കാര്യമില്ല. സുധാകരൻ തന്നെ ഒരുപക്ഷെ എന്തുകൊണ്ട് പോയിക്കൂടാ? സുധാകരൻ പല കാര്യങ്ങളും നേരാമണ്ണം ഒരു അഴിമതിയില്ലാത്ത ഒരു മന്ത്രിയായിരുന്നു 2016-ൽ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തത്. ഈ സുധാകരനെ മാറ്റി നിർത്തി. പിന്നെ തോമസ് ഐസക്കിനെ മാറ്റി നിർത്തി. ഇവർ രണ്ടുപേരും ആലപ്പുഴ ജില്ലയിലെ പ്രധാനികളാണ്. ആലപ്പുഴ ജില്ലയിലെന്ന് പറഞ്ഞാൽ വിഭാഗീയത അങ്ങേയറ്റം കൊടുമ്പിരിക്കൊള്ളുകയാണ്. മുമ്പേ ഉണ്ടായിരുന്നു. അവിടുത്തെ നിരവധി സഖാക്കന്മാരെ ഈ സ്ത്രീ പീഡന കേസിലും ലഹരി കേസിലും ഒക്കെ അകപ്പെട്ട് നിൽക്കുന്നുണ്ട്. കുട്ടനാട്ടിലൊക്കെ തന്നെ വലിയ പ്രശ്നമാണ്. കൂട്ടത്തോടെ പാർട്ടി വിട്ടു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് സ്ഥിതി അതീവ രൂക്ഷമാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പിണറായി വിജയൻ്റെ നേതൃത്വത്തിൻ്റെ നേരെയുള്ള ചോദ്യം ചെയ്യലാണ്. പിണറായി വിജയൻ പാർട്ടിയെ തൻ്റെ കാൽക്കീഴിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം 15 വർഷം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പോലും പാർട്ടി സെക്രട്ടറിയുടെ ഭരിക്കുന്നത് പിണറായി തന്നെയാണ്. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് 2026 പൂർത്തിയാക്കുമ്പോൾ 25 വർഷം, 1/4 നൂറ്റാണ്ട് അദ്ദേഹം പാർട്ടിയെ തൻ്റെ കാൽ കീഴിൽ തനിക്കനുസൃതമായിട്ട് കൊണ്ടു നിർത്തി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങി, മനസ്സിലായി തുടങ്ങി. കൊല്ലത്ത് സമ്മേളനം നടക്കാൻ പോവുകയാണ് ഫെബ്രുവരിയിൽ. ആ സമ്മേളനം നടക്കുന്ന ജില്ലയിലാണ് കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണേ, ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുക. അപ്പോൾ സംസ്ഥാന സമ്മേളനത്തിനകത്ത് ഇത്തവണ വൻ കലാപമാണ് ഉണ്ടാകാൻ പോകുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പാർട്ടി സെക്രട്ടറി അവിടെ ഓടിയെത്താറില്ല. ജില്ലാ സെക്രട്ടറി അവിടെ വെച്ച് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. MP ഗോവിന്ദൻ അവിടെ ഓടിയെത്തേണ്ടി വന്നു. ഇവിടെ കൊല്ലം ജില്ലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് ആലപ്പുഴ ജില്ലയിൽ ദാണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം പാർട്ടി വിട്ട് BJP-യിലേക്ക് പോകും. അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ വിഭാഗീയത മുൻകാലങ്ങളിലെ പാർട്ടിക്ക് തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു മൂന്നാം ശക്തി അവിടെ BJP ഉണ്ടല്ലോ, അവർ മുതലെടുക്കാൻ ഇതിനുണ്ട് ശ്രമിക്കുന്നത്. അണികളാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. നേതാക്കന്മാര് മുതലാക്കാൻ BJP ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് VS പാർട്ടിയിലെ ഒരു വിഭാഗീയത ഉണ്ടായിരുന്നല്ലോ, പ്രകടമായിരുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ VS-ന് ഒരു വലിയൊരു ആൾക്കൂട്ടവും ആരവവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു പൊതുസമ്മതനായി മാറുകയും ചെയ്തു. പക്ഷേ അവിടെ നേതാക്കന്മാർ മാത്രമേ വിഭാഗീയതയിൽ അങ്ങനെ നിന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന അങ്ങനല്ല, അണികൾ ചോദ്യം ചെയ്യുക. നാളെ AKG സെന്ററിൻ്റെ പടിവാതുക്കൽ എത്തും ഈ അണികൾ. MP ഗോവിന്ദനെ പിടിച്ച് മുറിയിലിട്ട് പൂട്ടും. കരുനാഗപ്പള്ളി നടത്തിയ എന്താണ്? സംസ്ഥാന നേതാക്കളെ എടുത്തിട്ട് പൂട്ടിയില്ലേ? അതുപോലെ MP ഗോവിന്ദനെ പൂട്ടില്ല എന്ന് എങ്ങനെ ഉറപ്പ് പറയാൻ കഴിയും? അണികൾ അത്രത്തോളം ക്ഷുഭിതരാണ്. ഇവർക്ക് വേറൊരു പ്രസ്ഥാനത്തിലേക്ക് പോകാൻ കഴിയാതെ ആശയപരമായി അടിസ്ഥാനപരമായും CPM-ൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവർ. അതുകൊണ്ടാണ് അതിൻ്റെ മൂല്യത്തിൽ ച്യുതി സംഭവിച്ചിരിക്കുന്നു, നാശം സംഭവിച്ചത് കൊണ്ടാണ് അതിന് നേരെ ഉയർത്തിരിക്കുന്നത്. പാർട്ടിയിൽ ഈ ഏകഛത്രാധിപതിയാണ് പിണറായി വിജയനാണ് പാർട്ടിയെ നശിപ്പിച്ചത്. 2026 മരുമകനെ മുഖ്യമന്ത്രിയാക്കും എന്ന് പലതരത്തിലും അഭ്യൂഹങ്ങൾ ഇങ്ങോട്ട് പരക്കുന്നുണ്ട്. അത് അണികൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മുസ്ലിം പ്രകടനം നടത്തിയപ്പോൾ എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? ഹൈന്ദവ സമൂഹത്തിൻ്റെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും വോട്ട് പോയില്ലേ? പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗത്തിലെ ഈഴവരുടെ വോട്ട് മുഴുവൻ പോയി. ആലപ്പുഴ തന്നെ അതിന് ഏറ്റവും വലിയ തെളിവ്. ഈഴവർ നല്ല ഒരു പങ്ക്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി. അതിൽ നിന്ന് തിരിച്ചു വരവ്. എന്തിനാ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ
ഈ വെൽഫെയർ പാർട്ടിയും ഒക്കെ വെച്ച് ബന്ധപ്പെടുത്തിക്കൊണ്ട് വിമർശിക്കുന്നതിൻ്റെ കാര്യം തന്നെയാണ്. ഈ പോയ ഹൈന്ദവരുടെ വോട്ടൊക്കെ തിരികെ കൊണ്ടുവരാ. ഇല്ല, ഒലിച്ചു പോയ മണ്ണ് ഒലിച്ചു പോയത് തന്നെ തഴുത്തു കൂട്ടാൻ പറ്റത്തില്ല പിണറായി വിജയന്. പിണറായി വിജയൻ ഈ പാർട്ടിയുടെ അന്തകനായി മാറുന്നു എന്നുള്ളത് ജനം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവർ പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറുന്നത്. ഇനിയും അവർ കയറും. അവർ അത്രത്തോളം പാർട്ടിയോട് ആത്മാർത്ഥതയുള്ളത് കൊണ്ട് അവർ AKG സെൻറ്ററിലേക്ക് ചിലപ്പോൾ ഇരച്ച് കയറും എന്നുള്ളത് ഉറപ്പാണ്.